നിന്ന് ആവിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവർ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതായെന്ന്. നമുക്കെപ്പോഴും പുഴുക്ക് അതൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്കറിയാം ആയിട്ടുണ്ടോ വെന്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ വെന്തിട്ടുണ്ടോ ഇല്ല എന്തുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ചൂടാണ്. ചൂടാണ്. അപ്പം എന്തായാലും കുറച്ച് ആറത്തെ ആയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? ഇല്ല 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 എല്ലാം ചേർത്ത്. ഇതിനകത്ത് എണ്ണ ഒന്നും ചേർക്കില്ല. ഒന്നും ചേർക്കില്ല. എണ്ണ ചേർക്കില്ല. ഇതൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കും ആയിട്ടുണ്ട്, നമ്മുടെ താറാവറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തെന്താ? ഇത് രണ്ടുമാണ്. അല്ല അടുത്തത് ഇനി കഴിക്കാന്നുള്ളതാണ് അടുത്ത കട. അങ്ങനെ മറക്കില്ല. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ചക്കപ്പുഴുക്കുമായി താറാവറി. അപ്പോൾ വിളിച്ചേട്ടാ കഴിച്ചേക്കാം. ഇതെല്ലാം അങ്ങോട്ട് തരിക കഴിക്കുക. അപ്പോൾ ഞാനും വിൽസൺ ചേട്ടനും നമ്മുടെ വിപിനും സുജിത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒറ്റ പ്ലേറ്റിലെ സാധനമുള്ളൂ, നിങ്ങൾ വെറുതെ നോക്കിയിരുന്നാൽ മതി, തരില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്പൂൺ എന്തിനാ? ഇതായിരുന്നല്ലേ? ശരിയാണ്. താറാവ് പോരാൻ അത് മൊത്തമായിട്ട് കൈയിട്ടെടുക്കാൻ സമ്മതിക്കില്ല. ശരി പോയിക്കോട്ടെ. അപ്പോൾ ഞാൻ താറാവ് അങ്ങോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് 1 വർഷമായെന്നല്ലേ പറഞ്ഞത്? നമ്മുടെ 1 വർഷം ആവുന്നു. ഇനി പിന്നെ നല്ല മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ബ്രാഞ്ചസ് പ്രതീക്ഷിക്കാമോ അതോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കാം. ഇതവിടെ നോക്കി അല്ല ചെറിയൊരു ചാറില് കുഴമ്പ് ചാറില് കുഴമ്പായിട്ട് തന്നെയുള്ള നമ്മുടെ ചക്കപ്പുഴുക്കിൽ ഇങ്ങനെ ഇട്ടത് നേരെ അത് കഴിക്കാൻ കഴിക്കണം. കാരണം ഇപ്പോഴത്തെ ഞാൻ കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അധികം കഴിച്ചിട്ടുണ്ടല്ലോ ചക്കപ്പുഴുക്ക്. ചക്ക ഉപ്പേരി, അതായത് ചക്ക നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ചക്കപ്പുഴുക്കൊന്നും ആദ്യം കഴിച്ചിട്ടുണ്ടാവും. അതായത് കഴിക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ പണ്ട് കഴിച്ചിരുന്നത് കാച്ചില്, കിഴങ്ങുകൾ എല്ലാം റെയർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വേഗം കഴിച്ചോ അല്ലെങ്കിൽ നാട്ടിൽ. പക്ഷെ വേറെ സാധനമുണ്ട്, ഈ വാട്ടുകപ്പയില്ലേ, വാട്ടുകപ്പയും തേങ്ങാപ്പൂളും ഉണക്കാപ്പ അത് വേവിച്ചതും തേങ്ങാപ്പൂള്. ഇപ്പോഴും ചില പിള്ളേര് പുറത്തൊക്കെ പഠിക്കാൻ മുമ്പ് മറ്റേ നമ്മുടെ ഉണക്കക്കപ്പയൊക്കെ പാക്ക് ചെയ്ത് അത്രയ്ക്ക് നല്ല സംഭവം. നമ്മുടെ ഹെൽത്തിനായാലും നൊസ്റ്റാൾജി ആയാലും എന്തിനായാലും കപ്പ ഇതേപോലെ എല്ലാം പറയുന്നത് നമ്മുടെ നാടൻ സംഭവങ്ങളൊക്കെ ബെസ്റ്റൊക്കെ ആണ്. ഇവിടെ അപ്പൊ ഇന്ന് ഇതിനകത്ത് യാതൊരു കൃത്രിമങ്ങളും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ കസ്റ്റമേഴ്സിനെ വിളിച്ചു പറഞ്ഞു പറയണ്ട തീർക്കാൻ പോലെ ഗേറ്റ് അങ്ങ് പൂട്ടും എന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ വളരെ നന്ദിയുണ്ട്. ഇനി ഇവിടെ നമ്മള് ഇപ്പൊ പ്ലാൻ ചെയ്തോണ്ടല്ലേ പറഞ്ഞേ? മൊത്തത്തിൽ ഇങ്ങനെ പറിച്ചു നടുവാണോ കോട്ടയം ഇങ്ങോട്ട്? കോട്ടയംകാരെ കുറച്ച് പേര് അറിഞ്ഞറിഞ്ഞ് വരുന്നുള്ളൂ. കോട്ടയംകാരുണ്ട് ഒത്തിരി പേര്, അവർ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്നുള്ളൂ. ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. സീ ഫുഡിന്റെ കൂടുതൽ അത് നാടൻ രീതിയിൽ പൊള്ളിച്ചൊക്കെ ആണെങ്കിലും എണ്ണയില്ലാതെ. കുറെ നാളെ ഞാൻ എന്തായാലും ചക്കപ്പുഴുക്ക് കഴിച്ചിട്ട് ഒത്തിരി നാളായി. കുറച്ചാളായി. കാരണം ഇപ്പൊ സീസൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും വീട്ടിൽ ചക്കയൊക്കെ കൊണ്ടുവരാൻ നാട്ടിൽ നിന്ന്. അപ്പോഴേ കണ്ടല്ലോ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് കൂടാണ്ട് നമ്മൾ ഇത് മാത്രമേ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളൂ. കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനിയും വരും ഞാൻ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ നാടൻ ഐറ്റംസ് വേറെ എന്തൊക്കെയാണ്? ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂട്ടത്തിൽ നാടനായിട്ട് ഇപ്പം മുരിങ്ങയില കറിയൊക്കെ ഉണ്ട്, മുരിങ്ങയില ചാറ് വെച്ച് കറിയുണ്ട്, പിന്നെ ചക്കക്കുരു മാങ്ങയും കൂടെ. ചോദിക്കാൻ മതി, ചക്കക്കുരു എന്തെങ്കിലും കൂടോത്രം? ഇല്ലില്ല ഇല്ലില്ല വരുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ഇപ്പോഴേ തന്നെ ചക്കക്കുരു മാങ്ങയും കൂടെ ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരു മാങ്ങയും ചാറ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വൈവിധ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഉച്ചക്കത്തെ ഊണിൻ്റെ കറികളൊക്കെ ആണെങ്കിലും വാഴക്കൂമ്പ്, ചീര, ചേമ്പിന്താള്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടെ നമ്മൾ വേണ്ട വെറുതെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കളയുന്ന സംഭവങ്ങളൊക്കെ. ഉച്ചയ്ക്ക് ഊണിൻ്റെ പിക്കിൾസ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ തന്നെ ഇവിടെ ചെയ്യാൻ, പുറത്ത് വാങ്ങുന്നില്ല, ഒന്നും വാങ്ങില്ല. ഞങ്ങൾ തന്നെ ഇവിടെ ചെയ്യുക. എല്ലാ സാധനങ്ങളും ഇവിടെ ഇരുമ്പിപ്പുളി സീസണായിട്ട് കിട്ടുന്ന സാധനങ്ങൾ അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോഴും വീടുകളിൽ കൂടെ പോകുന്ന സാധനങ്ങളാണ് ഇരുമ്പിപ്പുളിയൊക്കെ. അതായത് ഇവിടെ എങ്ങനെ കറി വെക്കണമെന്ന് ഇരുമ്പിപ്പുളിയൊക്കെ ഇട്ടിട്ട് ചാളക്കറി, ഇരുമ്പമ്പുളി എല്ലാം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മള് നാടൻ മൊത്തം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരിക. നാടൻ ഇങ്ങോട്ട് കൊണ്ടുവരിക. നാടൻ പിടി കോഴി
പിടിപോയി. കള്ളപ്പം കള്ളുണ്ടോ? കള്ള് കൊണ്ടുവരും. കള്ളപ്പുണ്ട്. കള്ള് വേണമല്ലോ കള്ളപ്പം ഉണ്ടാക്കാൻ. എന്തായാലും വളരെ നല്ലൊരു കള്ളപ്പവും ഇനിഷ്യേറ്റീവാണ്. വറുത്ത ചിക്കൻ കറിയുണ്ട്. കാരണം കിട്ടാത്ത സംഭവങ്ങൾ ഇവിടെ കിട്ടാൻ കൊടുക്കുന്നുണ്ട്. അത് വളരെ ഒരു അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും മറ്റുള്ള ഐറ്റംസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ടില്ല എന്നല്ല, പക്ഷെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നാടൻ ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പേരിലായിരിക്കും. കപ്പ, ചക്ക, കാച്ചില്, ചേമ്പ്, ഇതുപോലെ കുറേ സാധനങ്ങൾ നമ്മൾ നാടൻ സാധനങ്ങളുണ്ട്. ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇനിയും വളരെ അധികം സ്ഥാപനങ്ങൾ നമ്മൾ കാണട്ടെ, ഇനിയും കാണേണ്ടി വരട്ടെ. എന്നാലും വളരെ നന്ദിയുണ്ട് സുജിത്ത്, വിപിൻ, വിളിച്ചു ചേട്ടാ, വളരെ നന്ദി. നമ്മുടെ കറക്റ്റ് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം വൈറ്റില പൊന്നുന്നിയിലാണ്. നമ്മുടെ ഇത് തമിഴ്ത്തോട്ട് പോകുന്ന പുതിയ പാലം തുറന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് നമ്മുടെ കട. കോട്ടയം കിച്ചൺ.